മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ വഴിയിലും പല ആളുകളെ കണ്ടുമുട്ടും. നമ്മുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചില ആളുകൾ അവർക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കും. അത് നമ്മൾ കാണാറുണ്ട്. അത് ചിലരുടെ സ്വഭാവമാണ്. എന്നാൽ എപ്പോഴും ഇങ്ങനെ തന്നെ പറയുകയും മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുകയും അതേപോലെ തന്നെ എമ്പതി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡേ അവർക്കില്ല. അവർ ഒരു സുപ്പീരിയർ ആണെന്നുള്ള രീതിയിൽ അവർ നമ്മളോട് പെരുമാറുകയും ചെയ്യും. അവരെ എന്തെങ്കിലും തരത്തിലൊന്ന് കുറ്റം പറയുകയാണെങ്കിൽ അത് അവർക്ക് ഭയങ്കര ദേഷ്യമാകും. ഇത്തരം വ്യക്തിത്വ വൈകല്യത്തെ പേഴ്സണാലിറ്റിയെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ കാരണം വ്യക്തമായി പറയാൻ പഠനങ്ങൾ ഒരുപാട് ഇപ്പോഴും നടന്നു വരികയാണ്. ജനിതക ഘടകങ്ങളെ പറയാൻ സാധിക്കും. ന്യൂറോ ബയോളജിക്കൽ ഡിസോർഡർ ആണെന്ന് പറയും. അതല്ല, ചെറുപ്പകാലത്തുണ്ടായ ചില പ്രശ്നങ്ങളിൽ നിന്നാണ്. ഇങ്ങനെയുള്ള രീതിയിൽ ഗവേഷണങ്ങളും പഠനങ്ങളും ധാരാളം നടത്തി വരുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ഏതെങ്കിലും ഒരു മനഃശാസ്ത്രജ്ഞനെ കാണുകയാണെങ്കിൽ അവർ സൈക്കോതെറാപ്പിയോ ടോക്ക് തെറാപ്പിയോ വഴി ഇതിനെ ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരം ട്രീറ്റ്മെൻറ്റാണ് ഇവർക്ക് വേണ്ടതെന്ന് കണ്ടുപിടിച്ച് അവരെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ജോലിസ്ഥലത്ത് വിദ്യാഭ്യാസ കാലത്ത് സ്കൂളിലും അതേപോലെ തന്നെ അധ്യാപകരോടായാൽ തന്നെയും എനിക്കിതെല്ലാം അറിയാമെന്നുള്ള ഭാവം ജോലി സ്ഥലത്ത് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുക. ഇനി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പങ്കാളിയെ കൺട്രോൾ ചെയ്യുകയും അവരുടെ കഴിവിനെ കുറച്ച് കാണിക്കുകയും തങ്ങളുടെ കഴിവിനെ പുകഴ്ത്തി പറയുകയും ചെയ്യും. ഇത് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ തോന്നിയില്ല എന്ന് വരാം. പക്ഷേ ബെഡ്റൂമിലായാലും അവർ വീട്ടിലായാലും ഇതൊരു പ്രശ്നമായി മാറുന്നു. പല വിവാഹമോചന കേസുകളുടെയും കാരണങ്ങളായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇത്തരം വൈകല്യങ്ങളെ എത്രയും നേരത്തെ കണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. വേറൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ സിംറ്റവുമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.